ഞാൻ പറയാൻ പോണ കേട്ട് നിങ്ങളിടന്ന് ചാടിയൊന്നും ചെയ്യില്ല. പറ അങ്ങോട്ട്. അഖില് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോന്ന് ശരിയാവൂലെന്ന്? എന്തോന്ന് ശരിയാവൂലെന്ന്? അമ്മ ഇത്ര സമാനത്തോടെ ഞാൻ പറയണ കേട്ടാണ് അമ്മ. നല്ല ഒന്നാന്തരം ഒരു കല്യാണം വന്നപ്പോ ഇനി നീയായിട്ടത് മുടക്ക്. എനിക്ക് അത്ര ഒന്നൊന്നരായിട്ടൊന്നും തോന്നണില്ല. പിന്നെ എന്തോന്ന് കേട്ടാ? സുഹൈല അവ ആരെന്ന്? എൻ്റെ കോളേജിലെ സീനിയർ. എന്ത് അവന് നീ തമ്മിൽ എന്തൊരു എന്തോന്നച്ചാ? ബാബുച്ചി നീ സത്യം പറ. ആരടി? എന്തോന്ന് കേട്ടാ ഇതൊക്കെ? അച്ഛാ ഒരു പ്രാന്തൻ. കുറെ കാലം കൊണ്ട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പറയാൻ നടക്കാൻ അത്രേ ഉള്ളു. അവൻ പിന്നെ നിന്റെ പടവും വെച്ച് ഓരോന്നൊക്കെ മൊബൈൽ ഇടണം എന്തൊരു? അയ്യോ എന്തോന്നൊക്കെ കേക്കണേ? എനിക്ക് അവൻ്റെ അടുത്ത് അങ്ങോട്ടും അങ്ങനൊന്നും ഇല്ല. പിന്നെ നീ കല്യാണം ശരിയാവില്ലെന്ന് പറഞ്ഞത്? എനിക്ക് അഖിലിനെ വിളിച്ചിട്ട് ഒരു ഇതൊന്നും വരണില്ല. എന്തിനു പറഞ്ഞില്ലെന്ന്? നിനക്ക് എന്തിനു പറഞ്ഞില്ലെന്ന്? കൊല്ലു തന്നെ ഞാൻ. ആരടി ഈ ജുനൈദ്? ജുനൈദല്ല, സുഹൈല്. എടി പെണ്ണെ, നീ എന്തിനാണ് അവിടെ തോളത്ത് കയറണത്? അവക്ക് പറയാനുള്ളതും കൂടെ കേള്. അപ്പൊ അമ്മയും കൂടെ അറിഞ്ഞോണ്ടാണിത്. അന്ന് അഖിലൊന്ന് കണ്ടപ്പോ മക്കൾ ഇഷ്ടമായെന്ന് പറഞ്ഞല്ല? അത് നിങ്ങൾ എല്ലാരും കൂടെ നല്ലത് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് സമ്മതിച്ചു പോയതാണ്. നല്ല എന്നല്ലേ നമ്മളെ ഭാഗ്യം ഇത്രയും നല്ല ആലോചന വന്നത്. പന്തളത്തെ നമ്മളെ കൂട്ടരെന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമാണ്. ബാബച്ചി, ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഈ ഫാനി കെട്ടി തൂങ്ങി ഞാൻ ചാവും. ഒരു 100 ആലോചന നോക്കിയിട്ടാണ് ഇത് പറഞ്ഞെങ്കിൽ എല്ലാം ശരിയായിട്ട് വന്നത്. ഇനി നീ ആയിട്ടത് മുടക്ക് കാലത്തി. എടി അപ്പുറത്തെ പ്രശ്നമൊക്കെ കേൾക്കും. ഇത് പയ്യെ പറയടി. മക്കളെ, നമുക്ക് പറ്റൂല ഈ മുസ്ലിം ഒന്നും. നീ ആലോചിച്ച് നോക്കിയാണ് അങ്ങനെയൊക്കെ കല്യാണം കഴിച്ചാ നീ രാവിലെ എണീക്കുമ്പോഴായിരിക്കും അവരുന്ന് വാങ്ങ് വിളിക്കുന്നത്. വാങ്ങ് വിളിക്കണമെങ്കിൽ പള്ളിയിലാണ് എന്നും പറഞ്ഞു നമ്മളെ രീതിയാണ് അവരുടെ. അച്ഛ ഞാൻ പറഞ്ഞ എനിക്ക് അവനടുത്തൊന്നും ഇല്ലെന്ന്. പിന്നെ മക്കളെന്ത് ഈ കല്യാണം ഇതിപ്പോ ഇങ്ങനെ പറയണത്? അച്ഛ അഖില് ഭയങ്കര ടോക്സിക് ആണ്. ഇന്ന് എന്നെ വിളിച്ചപ്പോ എന്റെ ഫോൺ ബിസിയാന്ന് പറഞ്ഞിട്ട് എന്റെ കോൾ ഡീറ്റെയിൽസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറയണ്. ആരാള്? എന്റെ കോൾ ഡീറ്റെയിൽസ്. ആര് സ്ക്രീൻഷോട്ട് എടുത്തെന്ന്? ഒന്നുമില്ല മക്കളെ, ആണുങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അഖിലിന് മക്കളെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആവുമ്പോഴല്ലേ ഒരു കുടുംബോട്ട് മുമ്പോട്ട് പോകാൻ പറ്റണത്. അച്ഛൻ പറയണ കേക്ക് അവൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് തന്നെ എസ് ആയിട്ടാണ്. അപ്പോൾ അവ ഏത് റാങ്ക് വരെ പോകുന്നൊന്ന് മക്കളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. മക്കൾക്കറിയാലോ അച്ഛൻ്റെ അവസ്ഥ. അച്ഛൻ്റെ വീട്ടുകാരെല്ലാം വലിയ നിലയിലും അച്ഛൻ മാത്രം ഇപ്പം ഇങ്ങനെ ഒരു കടയിട്ട് അമ്മേരെ വീട്ടിൽ വന്ന് താമസിച്ച്. അപ്പം അച്ഛൻ ആഗ്രഹം കാണൂലേ എൻ്റെ മക്കളെ നല്ല നിലയിലേക്ക് അയക്കണമെന്ന്? അതെന്തരി പറച്ചില് മുരളി. അപ്പൊ ഇതുവരെ നിന്റെ വീടായിട്ട് നിനക്ക് തോന്നിയിട്ടില്ലേ? അങ്ങനെ അല്ല മാമി ഞാൻ ഉദ്ദേശിച്ച. നിന്നെ ഞാൻ മരുമോനായിട്ടാണ്. ചുമ്മാ എന്താണമ്മ ബാബച്ചി, ഇത്രയും ആയിട്ട് ഇനി ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഇവിടെ വാഴക്കടിക്കുന്ന കുരുടായിരിപ്പുണ്ട്. അതെടുത്ത് കുടിച്ച് ഞാൻ ചാവും. തൂങ്ങ ചാവണ മാറ്റിയ ചാവൂടി ഞാൻ. നിനക്ക് ചത്ത് കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ ആരും ചാവണ്ട. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. പോരെ? നീ എന്തിനാ അഞ്ജലിയുടെ പിക്കൊക്കെ വെച്ച് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടത്? എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവളെ അച്ഛൻ വീട്ടിൽ നല്ല സീനാക്കിയിട്ടുണ്ട്. അവളാണെങ്കിൽ അവളെ കെട്ടാൻ പോണോനെ കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യായിരിക്കും. അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് നീ ഉണ്ടാക്കണം. അവനെന്ത് കുഴപ്പം? അവൻ വേറൊരു സൈക്കോ. അപ്പൊ എനിക്ക് ഇതിൽ ഇനിയും സ്കോപ്പ് ഉണ്ടടി. സ്കോപ്പ് നിന്നെയൊക്കെ അടിക്കാൻ ആളില്ലാത്തോണ്ട് നീ എന്ത് തോന്നില്ല ഇങ്ങനെ. എടി ഞാൻ PSC ലിസ്റ്റിലൊക്കെ വന്നില്ലേ എന്നും പറഞ്ഞ് അവക്ക് എത്തി എന്നെ പ്രേമിച്ചത്. എനിക്ക് എന്തൊരു കുറവ്. നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അളിയ ശക്തി. അളിയ, സാഹചര്യങ്ങളെല്ലാം നിനക്ക് അനുകൂലമാണ്. നീ ഇപ്പോൾ ഒന്ന് സ്ട്രോങ് ആയ അവൾ വളയും. ഞങ്ങളൊരു മതം അല്ലെങ്കിൽ ഞാനുള്ള വീട്ടിൽ പോയി ഞാൻ പെണ്ണി വെച്ചേനെ. അവക്കൊണ്ട് ഞാൻ മതം മാറിയാല. നീ മതം മാറിയിട്ട് എന്ത് ചെയ്യായി? എടാ, അവളെ വീട്ടുകാർ അവളെ നിനക്ക് കെട്ടിച്ചിട്ടെങ്കിൽ നീ അവളെ ജാതി ആവണം. ഓ, ജാതിയും മാറാം പറ്റൂലത്. അപ്പൊ എന്ത് ചെയ്യും? എടാ, നീ ഇമോഷണലി വർക്കൗട്ട് ചെയ്യും. അവളെ വീട് എവിടെയാണ്? വീട് എനിക്കറിയാം. അവളെ കല്യാണം എന്നറിഞ്ഞ അന്ന് മുതൽ നീ ഇവിടെ കിടന്ന് കരഞ്ഞു മെഴുവണ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഡാലയാ, നാളെ നമ്മളവളെ വീട്ടിൽ പോയിരിക്കും. വീട്ടിൽ പോയിട്ട് വിളിവ് പെണ്ണിട്ടെ ഇത് പെണ്ണ മട്ടമ്മ ശക്തി ഇരിക്കടാവും കൂടെ. നീ എന്തൊരു തീരുമാനിച്ച്? എന്തോന്ന്? നീ തൂങ്ങ ചാവണോ അതോ വിഷം കഴിക്കണം? ചുമ്മാ ഇരുന്നാണമ്മ. എവള് പറയണ കണക്കുള്ള കുഴപ്പമൊന്നും അഖിലിനില്ല. ആര് പറഞ്ഞ കുഴപ്പമില്ലാത്തത്?
അന്നിവിടെ വന്നപ്പോൾ ആ ചെറുക്കൻ എൻ്റെ അടുത്തൊന്നും മിണ്ടി പോലും ഇല്ല. അതിനവർ അമ്മയെ കാണാനല്ലല്ലേ വന്നത്. ഞാനവൾ അമ്മൂമ്മയല്ലേ? അവൻ എൻ്റെ അടുത്ത് ഇത്തിരി മിണ്ടിയ എന്തിനാണ് കുഴപ്പം? എന്നിട്ട് അവന് സ്ക്രീൻഷോട്ട് അയക്കണം പോലും. എനിക്ക് അപ്പോഴേ തോന്നി അവൻ ടോക്സിക് ആണെന്ന്. എനിക്ക് ഇപ്പോഴും ഒരു കോള് വന്ന അമ്മ ചോദിക്കുമല്ലോ ആരെന്ന്. അപ്പൊ അമ്മയും ടോക്സിക് ആണോ? ഞാൻ ചോദിക്കും. എനിക്ക് നിന്നെ സംശയമുണ്ട്. ഇത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിക്കോട്ടെ അമ്മ. ഈ അമ്മയാണ് ഈ പെണ്ണിനെ ഏളോ വെച്ച് കൊടുക്കുന്നത്. മക്കളെ, സുധയാണെങ്കിലും മുരളിയാണെങ്കിലും ശരി, രണ്ടിനും വെളിവൊന്നുമില്ല. ഓൾഡ് ജനറേഷൻ. എന്തായാലും മക്കളെ മിണ്ടാതിരിക്കണത്? കമ്മലിടാത്ത എന്ത്? അയ്യോ, കാത് പഴുക്കണ വേദന. എന്നാ ഞാൻ എടുത്തോട്ടാ. അയ്യടാ, നിന്റെ അപ്പൂപ്പൻ എൻ്റെ ഉരുപ്പടി മുഴുവൻ എടുത്ത് വിറ്റ് ഈ വീട് വെച്ചിട്ട് പിന്നെ ആകെ വാങ്ങിത്തന്നത് ഈ ഒരു ജോഡി കമ്മലാണ്. അതെ. ആ ചെറുക്കന്റെ പേരെന്തരെന്ന് ചേട്ടാ പറഞ്ഞത്? സുബൈറ? സുഹേല്. മോനെ വിളിച്ച് പറയണോ? വേണ്ട, അവറിയണ്ട. അതിനവക്കൊന്നും ഇല്ലെന്നല്ലേ പറയണത്. പണ്ട് ഒരുത്തി ഈ വീട്ടിൽ ഇതുപോലെ പറഞ്ഞു തന്നെ. അന്ന് ഇവിടെ അച്ഛൻ വീട്ടിൽ പിടിച്ചപ്പോൾ അവക്ക് അങ്ങോട്ടൊന്നുമില്ലെന്ന്. എന്നിട്ട് എന്തരായി? അത് തേങ്ങ എങ്ങാണ്ടോ വീണതാണ്. മാമി കഴിച്ചാടി? ഇല്ല, ഇവിടെ ചുട്ടു വെച്ച് വിളിച്ചിട്ട് വന്നില്ല. മുരളിയണ്ണ, ആ മോട്ടറിൽ ഫുൾ ടാങ്ക് വെള്ളം അടിച്ചിട്ടേക്കണ. ഓടാ, നോക്കി ചെയ്യണേ. ഓ, നല്ല വാവച്ചെങ്ങനെ പറഞ്ഞെങ്കിലും അവളെ മേളൊരു കണ്ണോണം കേട്ടാ. എനിക്കാണെങ്കിൽ നിശ്ചയം എത്രയും പെട്ടെന്നൊന്ന് നടന്നാൽ മതി എന്നാണ്. അതും കൂടെ ആകുമ്പോൾ പെണ്ണിനെ അങ്ങ് ഉറയ്ക്കും. താണ്ട ഇപ്പം രാവിലെ അഖിൽ വിളിച്ച് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ. കുഴപ്പമൊന്നുമില്ല. വേറെ ഒന്നുമില്ല. എന്തോ ഒന്നുമില്ലാന്നോ? ഒന്നുമില്ലാതാണോ അവിടെ രാവിലെ വീട്ടിലൊക്കെ നിൽക്കുന്നേ? പറ, എന്താ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നേ? ശബ്ദോ? ആ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പം ഇല്ല. ഇപ്പോഴോ? ഇപ്പോൾ ഉണ്ട്. ആ, എവിടെ എങ്ങനെയാ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കും. ഒട്ടും വയ്യേ. കയറി പോടി അവിടുന്ന്. നമ്മളിവിടെ നിന്ന് ഇറങ്ങേണ്ട സമയം കൂടെ ഒന്ന് പറഞ്ഞു തരാവോ? ചേച്ചി, അത് ഇന്ന് 12:40 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി ചേച്ചി. അതുവരെ മീനരാശിയാ. ഓ ഓ ഓ, അങ്ങനെ ചെയ്യാം. ഇവിടെ ആരും മരിച്ചടാ? ആരടാ? അതല്ലടാ ഞാൻ ചോദിച്ചത്. അണ്ണ ഇവിടെ ആര് മരിച്ചത്? ആണ്ടാ അവിടുത്തെ അമ്മച്ചിയടാ. ഓ, അവക്കൊരു അമ്മൂമ്മയുണ്ട്, അവരായിരിക്കും. നമുക്ക് തിരിച്ചു പോയാലോ? തിരിച്ചു പോകാനാ? ഇത് മരണ വീടാണ്. ആർക്കും വേണോ ആരും ശ്രദ്ധിക്കൂല. നീ വാങ്ങട്ടെ, ഞാൻ ഇല്ലേ നിന്റെ ഇവിടെ. ഇവിടെ കയറിട്ട് പിന്നെ എന്തിനാണ്? അതെന്തൊരു തട്ട്? എന്റെ അളിയ, നീ ആദ്യം അവളെ ആ വീട്ടിൽ കയറിയിട്ട് നീ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യും. എടാ, നീ കര അവളെ ഫ്രണ്ടിൽ കിടന്ന് കാള കരയും പോലെ കര നീ. എടാ, ഒരു പെണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ആണൊരുത്ത് ഇങ്ങനെ കരയുമ്പോൾ അവള് ഇമോഷണലി നീ ആയിട്ട് കണക്ട് ആവൂടാ. അവൾ അമ്മൂമ്മ മരിച്ചിരിക്കുമ്പോ മരിച്ചിരിക്കില്ല, മരിച്ച് കിടക്കുകയായിരിക്കും. ഫൺ, കൾട്ട് ഫൺ. അഞ്ജലിയുടെ അമ്മൂമ്മ എന്നോട് ക്ഷമിക്കണേ. നീ പെട്ടെന്ന് കയറിപ്പോ. നീ കണ്ടല്ലേ? എനിക്ക് അതെന്ത്? എടാ, ഈ മരിപ്പ് വീട്ടിലെ ഈ ആൾക്കാർ കരയണ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചിരിച്ചു പോകും. നീ പോയിട്ടോ? ഒറ്റയ്ക്കാ? എടാ, ഞാൻ ഇവിടെ ഇല്ലേ? നീ പോയി വളയാളിയാ. മുരളിയണ്ണ വിളിച്ചിട്ട് ഏത് ഭാഗത്ത് നടക്കണേന്ന് പോയി. അത് ചോദിക്കാതിരിക്കണേ. അടക്കേ മുരളി അടക്കണം. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. വൈരവാ, നീ ഇവിടെ വെട്ടി ഒരുക്ക ആളെ വിടുന്നുണ്ട്. എവിടാ? എടാ, ഞാൻ ഒരു ബംഗാളി അങ്ങോട്ട് അയച്ചടാ. അവ എത്തിക്കണോല്, നീ നോക്കിയാണ്. അണ്ണാ, ഇതുകൊണ്ട് ഒരുത്ത അവിടെ നിന്ന് കറങ്ങണണ്ട. ആരാ? ആ
അക്കരെ ഒരു മരിപ്പ് വീട്ടിലേ ഇതുപോലെ ഒരു നിന്ന് കറങ്ങിയാണ്. എത്തിക്കഴിഞ്ഞപ്പോൾ പപ്പുടിയുടെ ജനറേറ്റർ ഓടിച്ചോണ്ട് പോയി. എന്താ അവിടെ കറങ്ങണ? നീ എവിടെ ഉള്ള? നീ ഇവിടെ നിന്ന് ഇറങ്ങിയ അങ്ങനെ? നീ ഭൈരവയച്ച ആളല്ലേ? ആരുടെ? അണ്ണ ഇത് കണ്ട് ഇവിടെ വെട്ടിയൊരുക്കാനായിട്ടേ ഭൈരവയച്ച ബംഗാളി. അത് ശരി. ജനറേറ്ററിന്റെ അടുത്ത് ഇറങ്ങിയപ്പം ഞാൻ വിചാരിച്ചു. അല്ല, നിന്റെ മമ്മട്ടി വെട്ടോത്തിയും തന്നയിച്ചില്ലേ? മമ്മട്ടി വെട്ടോത്തി നെഹി. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നടന്നു എടുക്കാം. വാ ജോ വാടാ. അങ്ങോട്ടല്ല, അവിടെ ആ സൈഡില്. നിനക്കൊരു മന്ദത എന്ത്? നിനക്ക് ഇവിടെ പോടാ അങ്ങോട്ട്. ഇത് എന്തൊരു ബംഗാളിയാണോ ഇത്? ഇവിടെയാടാ, ഇവിടെ ഇറങ്ങ ഇറങ്ങ്. ഇവിടെ നിന്ന് ആ മൂല വരെ ചെത്തി വൃത്തിയാക്കിയിട്. ഇവന്റെ അടുത്ത് മലയാളത്തില് തൂ ഏ കാം കരോ ഉസ് സൈഡ് പൂരാ ക്ലീൻ കരോ ബോഡി ദഹിപ്പിക്കാൻ. ഹേ ജൽദി താഴെ. ഓ അവനെ കൊണ്ട് ബ്ലാങ്കമ്പും കൂടെ മുറിപ്പിക്കണം. അത് മുറിക്കണ എന്തിന്? അല്ലെങ്കിൽ ബോഡി എത്തുമ്പോൾ ലാഭം എത്തും. ഒരു കത്തലുമില്ല, അതൊക്കെ ദൂരേലേ വെക്കണത്. ആ പറ്റി നാട്ടിന് തോല് വെട്ടിക്കാൻ. കള്ള കേണോ? തൂ കാം കരോടാ ജൽദി. പോയി പോയി, തോലൊന്നുമില്ല. ഏടിയമ്പി, നിന്റെ വീട്ടിൽ എന്തേടി കൊട്ടും ബഹളമൊക്കെ? തൊട്ടിപ്പുറത്ത് മരിപ്പ് വീടായിട്ട്. ആ ചെറുക്കൻ പറഞ്ഞ ഒന്നും കേൾക്കൂല. ഞാൻ എന്ത് ചെയ്യട്ട്? ഹോ, അടുത്ത ഞായറാഴ്ച നിശ്ചയം നടത്തായിരുന്ന വീടാണിത്. സത്യം, അന്നേരം തന്നെ ഇത് വന്നല്ലെന്നാണ്. നല്ല മരണമല്ലേ? നിന്ന നിപ്പി വീണങ്ങ് തീർന്നു. കിടന്നു പോയാലല്ലേ പാട്. അത് പിന്നെ സാവിത്രി ചേച്ചിക്ക് അങ്ങനെയല്ലേ വരുള്ളൂ. ഒരു പഞ്ചപാവല്ലായിരുന്ന ചേച്ചി. ഇന്നത് വരെ ആരെടുത്തും ഒരു മുഷിച്ചില്ല. ഇച്ചു പോന്ന് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യരെടുത്തും. അത് ഞങ്ങൾ ഇവരുമായിട്ട് കേസ് നടക്കുന്ന സമയത്ത് സാവിത്രിമാമി കണ്ടാൻ മിണ്ടുകയും ചെയ്യും. ചക്കയൊക്കെ ഉള്ള സമയത്ത് അടുത്തോണ്ട് പോടി നിൻ്റെ കൂടെ പറയുകയും ചെയ്യും. അവരെ കാര്യമായോണ്ട് ഞാൻ കയറി വന്ന്. മക്കൾക്ക് രണ്ടുപേർക്കും ആ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. തള്ളയെത്തിട്ട് നേരെ ഒന്നും കരയണ പോലുമില്ല. ആ കേസ് പിന്നെ എന്തരായടി? കേസ് ഞങ്ങൾ ജയിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് വഴി കിട്ടുകയും ചെയ്ത്. പക്ഷെ എപ്പോഴും നടന്നേ വീട്ടിൽ ഇറങ്ങാൻ പറ്റും. ഒരു സൈക്കിൾ പോലും പോകില്ല. ഏടി, അവരവരെ പെരയിടത്ത് കൂടെ നിനക്ക് വഴി തന്നതും പോരാ, ഇനി ലോറി പോണ വഴി വേണോ? നീ മനഃപൂർവ്വമല്ല നിന്റെ വീടിന്റെ പുറവശത്തെ വഴി കെട്ടി അടച്ചിട്ട് കേസിന് പോയത്. എനിക്ക് കാര്യമായിപ്പോയി. കാലങ്ങളായിട്ട് ഞങ്ങൾ നടക്കണ വഴി ഞങ്ങൾക്ക് കിട്ടാനുള്ള തന്നെ. അത് ഞങ്ങളുടെ അവകാശം തന്നെ. ഓ, നീ പിന്നെ ഒരു മജിസ്ട്രേറ്റ്. മരിപ്പ് വീടാണ് മിണ്ടാരി അവിടെ. പക്ഷെ ഇതിപ്പോ എന്തരായാലും നിന്റെ വഴിയിലെ തലയ്ക്കെ കൊണ്ടിട്ടാണല്ലോ സാവിത്രി വെച്ച് കത്തിക്കാൻ പോണത്. എവിടാ? ദോ അവിടെ ചെന്ന് നോക്ക്. ഒരുത്തൻ നിന്ന് വെട്ടി വൃത്തിയാക്കണത്. എന്നാലും അവരെ പെരത്തിട്ടാകുമ്പം അവരെ പെരേടത്തിൽ തന്നെങ്കിലും നമുക്കുള്ള വഴിയിൽ ചേർത്തിട്ടേ കത്തിക്കാൻ പറ്റുള്ള. വേറെ എന്തുമാത്രം പെരേടം കിടക്കണം അവക്കൊക്കെ. നിങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാണ് അവിടെ ഇട്ട് കത്തിക്കാൻ പറ്റൂലെന്ന്. ദാണ്ടേ രാത്രി അതുവഴി ഇറങ്ങി വരുമ്പോ സാവിത്രിമാമി ബേന്ന് പറഞ്ഞോണ്ട് നിൽക്കും, ചുണ്ണാമ്പ് ചോദിച്ചോണ്ട്. നിങ്ങൾ അങ്ങോട്ട് എന്ന് പറയണ, അതാ ഞാൻ പോയി പറയണ. അത് പിന്നെ എന്തോന്ന് കുമാറേ, മാമൻ അടക്കിയത് അവിടെയല്ലേ? അവിടെ തന്നെ മാമി അടക്കണമെന്ന് മാമി പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാ ഈ പ്രസന്റ് എങ്ങനെ പറയുമ്പോ പിന്നെ എങ്ങനെയാണ്? അവന്റെ വഴിയിട്ടല്ലല്ല, നമ്മുടെ വസ്തുലല്ലേ, അതിന് അവനെന്ത്? അണ്ണാ ആ ഒരു ടൈപ്പ് അല്ലേ, വെറുതെ മരിപ്പായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലേ. നമുക്കൊക്കെ അവിടെ നിന്ന് മാറ്റി കൊടുത്താ എന്ത്? വെറുതെ അവൻ അലമ്പ ഒരു അവസരം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാ ആ കുമാർ അത് നോക്കി ചെയ്യാട്ടാ. അണ്ണ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ചെല്ലണം. ഞാൻ ആംബുലൻസ് കിടക്ക് വരാം. അണ്ണൻ ചെല്ലണം, ഞാൻ അവിടെ ഉണ്ടല്ലോ. ഇതിന്റെ അടിമൊത്തം പാറയടാ. എന്തായാലും നന്നായടാ, നമുക്ക് കുറച്ചേരം കൂടെ നിൽക്കാല്ലേ. ശരിക്കും ഈ പണിയേണ്ട വന്നാ ഞാൻ ഇറങ്ങി ഓടുവളിയാ. ആരും വരില്ലളിയാ, അതൊക്കെ ഞാൻ എപ്പോഴേ ബ്ലോക്ക് ചെയ്തു. ഇവിടെ പണിക്ക് വന്ന ബംഗാളിക്ക് ഞാൻ 500 കൊടുത്ത് പറഞ്ഞു വിട്ടു. മൂക്ക് വീണെന്നൊക്കെ കാണണം. ഏസ്തറ്റിക്ക് ഇവളാണ് അളിയ എൻ്റെ പെണ്ണ്. ഏയ് ആരൊക്കെയാ വന്നടേ? ഞാൻ അങ്ങോട്ട് നിൽക്കേ. നീ എന്തായാലും ഇവിടെ പണി, ഞാൻ പോയി അവളെ കളച്ചിട്ട് വരാം. ബംഗാളേ ഇവിടെ വേണ്ട, നീയേ ദോ ആ മൂലേ പോയി, ദോ ഓ മൂലമേ പോയി കാം കരോടാ. ആ മൂല നീ പറഞ്ഞുട്ടാ അത് കന്നിമൂലയാണ്. പേരേടത്തിന് എന്തോന്ന് കന്നിമൂല? ആർന്നുള്ള ഈ സംസാരിക്കാൻ പോവൻ പേരേടത്തിന് കന്നിമൂല ഇല്ലെന്ന്. മാമ മരിച്ച ഞങ്ങളെ സഹോദരി എന്നെ സമ്മതിച്ച് എന്ന് വെച്ചാൽ എല്ലാത്തിലും കയറി മാതിരി ഉടക്കാൻ നിൽക്കല്ലേ. പോടാ കന്നിമൂല. കന്നിമൂലയാ പോടാ ഇറക്ക ജൽദി തരക്ക്. മാമ നിങ്ങൾ പോയി. ഹലോ, നീ എന്താ എന്നെ വിളിച്ച് പറയുന്നേ?
അത് അച്ഛൻ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ്. അച്ഛൻ വിളിച്ചു, അത് ഓക്കെ. പക്ഷെ നിനക്കൊന്നും വിളിക്കായിരുന്നല്ലോ. നീ അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. കണ്ടോ, നിനക്കിപ്പോൾ എന്തൊക്കെയോ മാറ്റം ഉണ്ട് അഞ്ജലി. ഇതല്ല ഇപ്പൊ ഇവിടെ പറക്കൊണ്ട് പൊയ്ക്കണം. പിറക്കൊണ്ട് പോണേ ഇവിടെ വേണമെങ്കിൽ നിങ്ങളെ കസേരൻ്റെ അവിടെ എവിടെയെങ്കിലും ഇട്ടോ. അത് തീരുമാനിക്കാൻ നിന്റെ വീടല്ല. അണ്ണാ നിങ്ങളെ വിടുമല്ലോ, നിങ്ങളങ്ങ് തീരുമാനിക്കാൻ. ഇത് എൻ്റെ വാർഡിനകത്ത് വരുന്ന വീടാണ്. അപ്പോൾ എനിക്കറിയാം അവിടെ എന്ത് ചെയ്യണം. ഇത് കരയോഗമാണ് പറയണത്. എങ്കിൽ ഈ പറയണത് വാർഡ് മെമ്പറാണ്. മെമ്പറൊക്കെ അങ്ങ് പഞ്ചായത്തിൽ മതി. മരണ വെട്ടി വേണ്ട. മരണ വീട് എന്ത് നിങ്ങൾക്ക് എഴുതി തന്നേക്കണം. നിനക്ക് മുട രസമുണ്ട്. എനിക്ക് പരാസം. അല്ലേ ഇതല്ല ഇപ്പൊ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയില്ലെങ്കിൽ പിന്നെ കരയോഗം ഒന്നിനും കൂടെ വയ്ക്കില്ല. പറഞ്ഞേക്കാം. കുമാരേ അണ്ണ ഇറക്കണം. കുമാരേ വേണു കന്നി മൂലയിലാണ് അടയ്ക്കാൻ പോണത്. ഇത് ആരാണ് ഇതൊക്കെ ഇവിടെ തീരുമാനിച്ചത്? വേണോണ, അത് അപ്പുറത്തെ പ്രസിഡന്റ് അവരെ വഴിയുടെ അരിവിലിട്ട് കത്തിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടാണ്. ഏത് പ്രസിഡന്റ്? അവനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആണോ? അഞ്ജലി സുഹൈൽ വെട്ടി തള്ളണം. ഭൈരവം കൊണ്ടുവന്ന് ബംഗാളി. ओ डे भाई इधर नहीं उधर जाओ साफ करो. എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവിടെ പോയി വെട്ടടാ. പോടാ जाओड़ा जाओ. എന്നാലും അണ്ണാ ഇറക്കി വെച്ച കസേരയൊക്കെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ സ്വപ്പം അന്യായല്ലേ അണ്ണാ? കുമാരേ ഞാൻ പറയണം, നീ കേള്. എൻ്റെ മോളെ കല്യാണം അവിടെ പന്തളത്ത് കരയോഗം വഴി ഇവിടെ വേണോണ്ണൻ്റെ അടുത്ത് വിളിച്ചാണ് നമ്മളെ പറ്റിയൊക്കെ അവർ അന്വേഷിച്ചത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ വേണോണ്ണനെ പിണക്കിയ. എനിക്കറിയാലോ, അല്ലാതെ പേടിച്ചിട്ടൊന്നുമില്ല. എന്തോ പന്തളത്തുനിന്ന് അവർ വരും എന്ന് പറഞ്ഞ അരീന്ദ്രായി. ആ അതന്നെ, അവർ 12:40 കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 3:30 ബോഡി എടുക്കാം. അതിന് 2 മണിക്ക് ബോഡി എടുക്കാൻ അവൻ പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ തീരുമാനമൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ. നമ്മൾ 3:30 മണിക്ക് ബോഡി എടുക്കും. എന്ത്? അല്ല അതണ്ണ തീരുമാനിച്ചാൽ മതി. അവന്മാർക്ക് എന്താ ഭ്രാന്താ? ഇവിടെ വിട്ടാ നേരത്തെ അവിടെ പോകാൻ പറയും, അവിടെ വിട്ടാ നേരത്തെ ഇവിടെ വരാൻ പറയും. പുല്ല് നിന്റെ അവളെ അമ്മൂമ്മ അടക്കാൻ എന്നെ അടക്കേണ്ടി വരും. നീ എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ. ഇനി അഡ്ജസ്റ്റ് കൂടെ ചെയ്യണോ ഞാൻ? ആർക്ക്? നീ കൂടെ ഒന്നും നില്ലേ. കോടതി കയറി ഇറങ്ങിയിട്ട് കിട്ടിയ വഴിയാണ്. അവിടെ കൊണ്ടിട്ട് ഉണ്ടാക്കാൻ കിട്ടിയുള്ളൂ അവക്കൊക്കെ. നോക്കിക്കോ. അവക്കൊക്കെ എവിടൊക്കെ പെരേട കിടക്കുന്നത്. എന്നിട്ട് അവിടെ കൊണ്ടിട്ട് കത്തിക്കാൻ പറ്റുള്ളൂ. അവിടെ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. നിന്റെ അടുത്തൊക്കെ എന്റെ അണ്ണ ഇവിടെ വന്ന് പറഞ്ഞല്ലേടാ അവിടെ എനിക്ക് പറ്റൂലെന്ന്. കോളേജിലെ സീനിയർ ആണ് ആ ചേട്ടൻ, ആ ചുവന്ന ഷർട്ട്. അതിവിടെ പണിക്ക് വന്ന ആരാണ്? അല്ല, ടിറ്റു ശക്തി ചേട്ടൻ. ഈ വേട്ടവാളിനുണ്ടോ? എനിക്ക് വയ്യത്. ഇതെല്ലാം കൂടി പ്രശ്നമെന്ന് തോന്നണം. ഈ വഴി തന്നെ ഇവര് തന്ന വഴിയല്ലേടി? കേസ് കൊടുത്ത് വാങ്ങിച്ച വഴിയാണ്. അവര് വഴി തന്നെ പോലും. വിളിച്ചോണ്ട് പോ. എന്തിനു വിളിച്ചോണ്ട് പോയി? അവരെ അവിടെ ഇട്ട് കത്തിക്കോക്കി. അതിനു മുമ്പ് അമ്പിക കത്തിക്കണം. സതീശ ഡേടേ വേറെ ആരുമല്ല, കരയോഗം പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് മാറ്റിയത്. പ്രസിഡന്റാ പ്രധാനമന്ത്രിയാന്ന് എനിക്കറിയണ്ട. ഇതിപ്പോ എന്റെ വഴിയെടുത്ത് മാറ്റിലേക്ക് നീയൊക്കെ സ്വപ്പം വിവരം അറിയും. പ്രസന്ന അവിടെ കത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്താനും എനിക്കറിയാം. ഒരുത്തനും കത്തിക്കൂല. മുരളി അടിയടാ അവനെ. പിന്നെ മുരളി അണിച്ച് അച്ചി വീട്ടിൽ ഒന്ന് പെറ്റി കിടക്കണം. എവനെ കൊള്ളവർ നിന്നെ പേടിക്കുമായിരിക്കും. എന്നെ അതിന് കിട്ടൂല. നിനക്ക് ആള് മാറിപ്പോയി. പ്രസന്ന ഞാൻ എവിടെ കിടക്കട്ടെ? നിന്റെ അവിടെ വന്നില്ലല്ലോ. ഇതൊരു മരണം നടന്ന വീടാണ്. നീ വെറുതെ ഇവിടെ കിടന്ന് അൽമുണ്ടാക്കരുത്. മുരളി ഇനി സംസാരമില്ല. അടിക്കാവനെ. എന്റെ അണ്ണ നിങ്ങൾക്ക് ഇങ്ങനെ നടുവേണ്ട വല്ല കാര്യമുണ്ടാ? ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞല്ലേ. പറഞ്ഞാലും മനസ്സിലാവില്ല. വല്ലമാരെ വാക്കും കേട്ടു. പ്രസന്ന മാമൻ ഇടയ്ക്ക് അവിടെയുണ്ട്. അന്ന് വെച്ച തെങ്ങ് മുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ അവിടെ വഴിയുന്നത്. മാമനെ ഞങ്ങൾ എവിടെ അടയ്ക്കുമോ അതിൻ്റെ അടുത്ത് തന്നെ മാമിയെ ഞങ്ങൾ അടക്കും. അതെന്ത്? മാമന്റെ അടുത്ത് കിടന്നാലേ നിന്റെ മാമി കുറക്കാൻ വരുള്ള. പ്രസന്ന അടിയവനെ. പ്രസിഡന്റ് ആണോ പറഞ്ഞത്? അടിയവനെ.
എന്നെ ഇവിടെ തടിച്ചിട്ട് സമാധാനമായിട്ട് അവരെ അടക്കാൻ പറ്റുമോ നിനക്കൊക്കെ തോന്നണോ മുരളി? ഈ പ്രസന്ന ആരാണെന്ന് നീയൊക്കെ അറിയും. ഇന്നവരെ അടക്കാൻ പറ്റാതെ നീയൊക്കെ അവിടെ കിടന്ന് ഓടും. പ്രസന്ന ഉണ്ടല്ലോ അത്. മാമിക്ക് മര്യാദയ്ക്ക് ഒരു അടക്കണിക്ക് കൊടുക്കണം. എന്നെ മരുമോനായിട്ടല്ല, ഞാൻ മോനായിട്ടാണ് മാമി കണ്ടിട്ടുള്ളത്. അമ്മ ധൈര്യമായിട്ടിട്ട് നമ്മളൊക്കെ ഇല്ലേ? കുമാര വാടാ ഇരിടാ. ഓ ഇല്ലണ്ണ, അങ്ങനെ രസേല ഞാൻ ഇരിക്കൂല. എത്ര നേരം വിളിച്ചിട്ട്? അച്ഛാ താണ്ടേ ശ്രീകാര്യത്ത് ഗ്രൗണ്ടിൽ ഇരിക്കായിരുന്നു. എങ്ങും പൊക്കളയിൽ ഇവിടെ തന്നെ കാണണം. ഓ ഇവിടെ നിന്നാണ് ഉണ്ണിച്ചേട്ടൻ ലീവ് കിട്ടൂല. അപ്പം നീ വേണം കർമ്മം ചെയ്യാനുള്ളത്. അകത്ത് എവിടെയും ഇരി, അല്ല സമയത്ത് തിരക്കി കിടക്കാനൊന്നും പറ്റൂല. ഏത് നേരം നോക്കിയാലും ഗെയിം കളിയാണ്. അത് കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ പോലും എടുക്കൂല, കട്ടായി കളിയൊന്നേ. കുട്ടത്തി പ്രസന്റിന് വേഷ കെട്ടിയടി. കൊള്ളാം. പ്ലച്ചന്ത കേട്ടു മാമി. ഒരു 5 കിലോ ഒരു അടി. പ്രസന്റ് അണ്ണൻ പിച്ചും കൂടെ ആ ചെമ്പി കുഴിച്ചെന്നങ്ങ് വീണ്. മുരളി അടി അടിച്ചത്? ആ അല്ല, കരയോഗത്തിലൊക്കെയുള്ള സതീശണ്ണനെ. മറ്റേ സതീശൻ എന്ന് പറയുമ്പോൾ എന്തൊരു നിനക്കൊരു ഇളക്കം. ഓ ഇനി ഓരോന്ന് പറഞ്ഞുണ്ടാക്കി. ഇനി ഇത് വല്ല കേസ് വഴക്കമാറ്റാവോ? എന്തോ വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ പ്രസന്റ് അമ്പിക്ക് ആളുകളിൽ നടന്ന് അടിവാഞ്ചി പിടിക്കാനായിട്ട്. നീ ഒറ്റ ഒരുത്തിയല്ലേ ഇവിടെ ഇരുന്ന് അമ്പിയെ പറഞ്ഞിളക്കി ഇത്രയും ആക്കി വെച്ചത്. ഇത് ഞാൻ എന്തിനു പറഞ്ഞെന്ന്? നിങ്ങളെ വഴിയിൽ അരിവിലിട്ടാണ് കത്തിക്കണേന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ അവിടെ ചെന്ന് കിടന്ന് അടിയുണ്ടാക്കാൻ ഞാൻ പറഞ്ഞ? അത് കൊള്ളാം. ഇപ്പൊ പ്രശ്നം മൊത്തം എന്റെ മണ്ടയ്ക്കായ. സതീശ എന്താണ് നീ എന്തിനാ അവനെ അടിക്കാൻ പോയത്? അണ്ണനല്ലേ പറഞ്ഞ അടിയടാന്ന്? ഞാൻ മുരളിയുടെ അടുത്തല്ലേ അടിക്കാൻ പറഞ്ഞത്, നിന്റെ അടുത്തല്ലല്ലേ. ഞാൻ മുരളിയെ കൊണ്ട് അടുപ്പിച്ചാനല്ലേ. അത് അല്ലണ്ണ, അത് പിന്നെ എന്തോന്ന് പിന്നെ? എടാ മുരളിയല്ലേ അടിക്കേണ്ടത്, നീ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട സതീശ. ഇനി ശ്രദ്ധിക്കണ. പ്രസന്നം വല്ല കേസിനും പോയല്ലേ, ഞാൻ പറഞ്ഞിട്ടാണ് അടിച്ചത് നീ പറയൂ. ഞാൻ പറയണ. എടാ പറയരുതെന്ന് തന്നെ. ഇത് പാപ്പട കുഴപ്പമാവൂല്ലേ. അഞ്ചിൽ നമ്മളെ കണ്ടെന്ന് ഇപ്പൊ വിളിച്ച് ഇവിടുന്ന് പോവാൻ പറഞ്ഞളിയാ. നില്ല, ഞാൻ പറഞ്ഞു നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടൊക്കെ ഇവിടുന്ന് പോവുള്ളൂ. അവളാണെങ്കിൽ ഇപ്പൊ വീണ്ടും ബാക്കിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവളെ മുമ്പ് ഒന്ന് കരയട്ടാളിയാ. നീ കരയെ പിടിക്കുക ചിരിക്കുക എന്തോണോ ചെയ്തോളിയാ. എനിക്കെന്റെ വീട്ടിൽ പോകണം. നീ ഇങ്ങനെ തളരല്ലേ, നീയല്ലേ എന്നെ ഒന്നും മോട്ടിവേറ്റ് ചെയ്യണ്ട.